ശ്രീരാമകൃഷ്ണ പരമഹംസർ കാശിപുരോദ്യാനത്തിൽ താമസിക്കുന്ന കാലം അവസാന നാളുകളായിരുന്നു അത്. കടുത്ത രോഗം. ഡോക്ടർ സർക്കാർ പരിശോധന കഴിഞ്ഞിട്ട് പരമഹംസരോട് പറഞ്ഞു, എനിക്കെല്ലാം ഉണ്ട്. ധർമ്മം, കീർത്തി, ഭാര്യ, മക്കൾ, ആരോഗ്യം. പക്ഷേ മനസ്സുഖം മാത്രമില്ല. ഞാൻ എന്തു ചെയ്യണം? ശ്രീരാമകൃഷ്ണദേവൻ അരുളിയതിങ്ങനെ: കുഞ്ഞേ, നീ സമ്പാദിക്കുന്നത് മറ്റുള്ളവരുടെ രോഗത്തിൽ നിന്നാണ്. നിർധനരായ രോഗികൾക്ക് വേണ്ടി കുറച്ചു ധനം ചെലവഴിക്കൂ. അവരെ കഴിയും വിധം സൗജന്യമായി സേവിക്കൂ. ഇങ്ങനെ ചെയ്താൽ ഒരു സംശയവും വേണ്ട, ശാന്തിയും സമാധാനവും എന്തിന് ഐശ്വര്യവും നാൾക്കുനാൾ നിനക്ക് വർദ്ധിക്കും. കുറച്ചു നാളുകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, അങ്ങയുടെ സേവന മന്ത്രം വളരെ ശക്തിയേറിയതു തന്നെ. ഞാനിപ്പോൾ ശാന്തിയും സുഖവും അറിയുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു, ദാനം ആപത്തുകളെ തടയും എന്ന നബിവചനം ഓർക്കൂ. കൊടുക്കുന്നവനെ ഈശ്വരൻ കലവറയില്ലാതെ കൊടുക്കൂ. പ്രിയരെ, ധനം ചെലവഴിക്കുന്നതിനെ പറ്റിയും അത് സമ്പാദിക്കുന്നതിനെ പറ്റിയുമെല്ലാം ഇസ്ലാമിൽ കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. ധനം കണക്കില്ലാതെ ധൂർത്തടിച്ച് കളയുന്നതിനെ വിരോധിക്കുന്ന മതം സമ്പത്ത് ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതിനെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു.